ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് അല്ലെങ്കിൽ PLD എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്സും എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിരുന്നു. അതായത് ഇലക്ട്രോണിക്സ് ആയാലും IT ആയാലും CSE ആയാലും എല്ലാ ബ്രാഞ്ചിനും കോമൺ ആയിട്ട് പഠിച്ച ടോപ്പിക്സാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസിനും ITക്കും മാത്രമേ പഠിക്കാനുള്ളൂ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാനില്ല പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ PLD എന്നുള്ള സെഷനിൽ നിന്ന് നമുക്ക് ആകെ ചോദിക്കുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമാണ്, അല്ലെങ്കിൽ ഡിസൈൻ പ്രോബ്ലം മാത്രമാണ്. തിയറട്ടിക്കൽ പോർഷൻ ചോദിക്കില്ല. അപ്പോൾ നമുക്ക് എന്താണ് PLD എന്ന് നോക്കാം. അപ്പോൾ കൂടുതൽ തിയറട്ടിക്കൽ പോർഷൻ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. ഞാനതിൻ്റെ ജനറൽ ഔട്ട്ലൈൻ തരാം, എന്താണ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്, എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് ആർ യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് ലോജിക് ഫംഗ്ഷൻ. ഒരു ലോജിക് ഫംഗ്ഷൻ, ഇപ്പോൾ നമ്മൾ ലോജിക് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ബൂലിയൻ അൽജിബ്ര പഠിച്ചിട്ടുണ്ട്, K-മാപ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു സം ഓഫ് പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ട്, ഒരു POS പഠിച്ചിട്ടുണ്ട്. ഈ SOP അല്ലെങ്കിൽ POS പോലത്തെ എക്സ്പ്രഷൻസ് നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ബൂലിയൻ എക്സ്പ്രഷൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് അപ്രോച്ച് ഈസ് ദാറ്റ് the PLD can be easily configurable by individual user for specific application. അപ്പോൾ ഏതൊരു യൂസറിനും നമുക്ക് ഏതൊരു ബൂലിയൻ എക്സ്പ്രഷൻസും നമുക്ക് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് വഴി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഗർ ചെയ്യാൻ പറ്റും. അത്രയും ഈസി പ്രോസസ്സാണ് PLD എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എക്സാമ്പിൾ കണ്ടാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് PLD, എന്താണ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദി ആർക്കിടെക്ചർ കോംപ്ലക്സിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ പ്രോഗ്രാമിംഗ് PLDs ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് PROM ആണ്. PROM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റോം അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. റോമിൻ്റെ ഒക്കെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. P സ്റ്റാൻഡ് ഫോർ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതാണ് PROM എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കുക PLA. PLA എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ ലോജിക് അറേ. വെരി 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 ഇമ്പോർട്ടൻറ്റ് PLA. ഉറപ്പായിട്ടും ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ PLA എന്ന് ചോദിക്കും. ഓക്കെ, പ്രോഗ്രാമബിൾ ലോജിക് അറേ. മൂന്നാമത്തെ പഠിക്കാനുള്ളത് PAL ആണ്. PAL എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ അറേ ലോജിക്. ഇതാണ് PAL. നാലാമത്തെ PLD എന്ന് പറയുന്നത് FPG ആണ്. FPG എന്ന് പറഞ്ഞാൽ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ. ആറാമത്തെയാണ് CPLD. CPLD എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്. അപ്പോൾ 5 ടൈപ്പ് PLD ഉണ്ടെങ്കിലും നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് ആകെ 2 ആണ്. ഒന്ന് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി വെച്ചിട്ടുള്ള PLD സർക്യൂട്ട്സും പ്രോഗ്രാമബിൾ ലോജിക് അറേ വെച്ചിട്ടുള്ള PLD സർക്യൂട്ട്സ് മാത്രമേ സിലബസിലുള്ളൂ. ഈ PALഉം FPGയും CPLDയും നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനില്ല. അപ്പോൾ നമ്മൾ ഏത് മാത്രമേ ഇപ്പോൾ നോക്കുന്നത്, PROM എന്താണ്, PLA എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ PLA എന്നുള്ള പ്രോഗ്രാമബിൾ ലോജിക് അറേയുടെ ഒരു ഫണ്ടമെൻ്റൽ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ചോദിക്കുക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ അടുത്ത വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ITയുടെ സിലബസ്. ഈ സിലബസിൽ നമുക്ക് എക്സാക്ട്ലി നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റർ ഇപ്പോൾ കവർ ചെയ്തു കംപ്ലീറ്റ്ലി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് ആണ്. ഇതിൽ ആകെ സിലബസിൽ പറയുന്നത് എന്താണ്, പ്രോഗ്രാമബിൾ ലോജിക് അറേ ആൻഡ് റോം, ഇത്രേ പറയുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സിമ്പിൾ സർക്യൂട്ട് യൂസിങ് PLA. അപ്പോൾ നമ്മൾ ഇന്ന് PLAനെ കുറിച്ചൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പോൾ PLA എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, PLA ഈസ് എ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ദാറ്റ് ഹാസ് ബോത്ത് പ്രോഗ്രാമിംഗ് ആൻഡ് അറേ ആൻഡ് പ്രോഗ്രാമിംഗ് ഓർ അറേ. ഹെൻസ് ഇറ്റ് ഈസ് മോസ്റ്റ് ഫ്ലെക്സിബിൾ PLD. അപ്പോൾ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ലോജിക് അറേ അല്ലെങ്കിൽ PLA ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻസ് വരും. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് n നമ്പർ ഓഫ് ഇൻപുട്ട്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് n നമ്പർ ഓഫ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ബഫർ, m ഔട്ട്പുട്ട്, m പ്രൊഡക്റ്റ് ടേം, m സം ടേംസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ബഫേഴ്സ്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ബ്ലോക്ക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വരുന്നത് ഇൻപുട്ട് ബഫേഴ്സ് ആണ്. ഇൻപുട്ട് ബഫേഴ്സ് എന്താണെന്ന് നമുക്ക് പറയാം. പിന്നെ വരുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൻഡ് മെട്രിക്സസ് ആണ്, ആൻഡ്. അതുപോലെ ഗ്രൂപ്പ് ഓഫ് ഓർ മെട്രിക്സസ് വരുന്നുണ്ട്. പിന്നെ ഇൻവേർട്ട് അല്ലെങ്കിൽ നോൺ ഇൻവേർട്ട് മെട്രിക്സ് വരുന്നുണ്ട്. പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഓർ ഔട്ട്പുട്ട് ബഫർ വരുന്നുണ്ട്. ഇങ്ങനെ 5 ബ്ലോക്കുകൾ ചേർന്നതാണ് പ്രോഗ്രാമബിൾ ലോജിക് അറേൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ടിൻ്റെ എണ്ണം n ആണ്, ഔട്ട്പുട്ടിൻ്റെ എണ്ണം m ആണ്. നമ്മൾ ഇൻപുട്ട് ബഫർ വഴി ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യും. ആൻഡ് ഗേറ്റിൽ നിന്ന് നമ്മൾ ഓർ ഗേറ്റിലേക്ക് കണക്ട് ചെയ്യും. ഓറിൽ നിന്ന് നമ്മൾ ഇൻവേർട്ട് അല്ലെങ്കിൽ നോൺ ഇൻവേർട്ട് മെട്രിക്സിലേക്ക് കണക്ട് ചെയ്യും. അത് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എമ്മും എന്നും ഒന്നെങ്കിൽ സെയിം ആവാം അല്ലെങ്കിൽ ഡിഫറൻ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക,
ഇത് മൊത്തം ഈ സർക്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പാർട്ടാണ് OE അല്ലെങ്കിൽ ഔട്ട്പുട്ട് എനേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി അതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയറി ഇരിക്കുന്നത്. സോ ഈ ബ്ലോക്ക് ഡയറി നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പ്രൊഡക്റ്റ് ടേം കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഗ്രൂപ്പ് ഓഫ് M AND ഗേറ്റ് ആൻഡ് സം ടേംസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് ഓഫ് OR ടേം. ഈ പ്രൊഡക്റ്റ് ടേമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ AND ഗേറ്റ് യൂസ് ചെയ്യുന്നത്, സം ടേമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് OR ഗേറ്റ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ SOP POS പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ AND ഗേറ്റ് എന്ന് പറഞ്ഞത് മൾട്ടിപ്ലൈ ചെയ്യാനാണ് യൂസ് ചെയ്യാം, OR ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാനാണ് യൂസ് ചെയ്യാം. സോ ദ ഫ്യൂസസ് ആർ ഇൻസേർട്ടഡ് ബിറ്റ്വീൻ N ഇൻപുട്ട് ആൻഡ് ദെയർ കോംപ്ലിമെൻറ്റ് വാല്യൂസ് ടു ഈച്ച് AND ഗേറ്റ്. ഈ AND ഗേറ്റും OR ഗേറ്റും ഉണ്ടെന്ന് പറഞ്ഞു, അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഫ്യൂസസ് ആഡ് ചെയ്യും. ഫ്യൂസസ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാനാണ്, നമുക്ക് ഇതിൻ്റെ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഫ്യൂസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ഓഫ് AND ഗേറ്റ് ആൻഡ് ഇൻപുട്ട് ഓഫ് OR ഗേറ്റ്. ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്യാറുണ്ട്? ഫ്യൂസസ് കണക്ട് ചെയ്യാറുണ്ട്. ദ തേർഡ് സെറ്റ് ഓഫ് ഫ്യൂസസ് in the output inverters allow the output function to be generated either AND OR form or AND OR invert form. അപ്പോൾ PLL നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് AND ഗേറ്റ് യൂസ് ചെയ്യും, OR ഗേറ്റ് യൂസ് ചെയ്യും, ഇൻവെർട്ടർ യൂസ് ചെയ്യും, ബഫർ യൂസ് ചെയ്യും, പിന്നെ യൂസ് ചെയ്യുന്നത് ഫ്യൂസസ് ആണ്. ഫ്യൂസസ് എന്താണ് നമ്മൾ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തിയറട്ടിക്കൽ പോർഷൻസിൽ ഒരു റെലവൻസും ഇല്ല, ആകെ അതിൽ ചോദിക്കുന്നത് എന്ത് മാത്രമാണ്? ന്യൂമറിക്കൽ വർക്കൗട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ 2 ജനറൽ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ 2 ജനറൽ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്താണെന്ന് മനസ്സിലാവും, PLA. അപ്പോൾ ഇതിനുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഞാനൊരു ബേസിക് ഇംപ്ലിമെൻറ്റേഷൻ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടേംസ് കാണാം. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇൻപുട്ട് ബഫേഴ്സ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ബഫേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്ക് പ്രൊഡക്റ്റ് ടേംസിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഇവിടെ നമുക്ക് AND ഗേറ്റ് കാണാം. അതുപോലെ സം ടേംസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കാണാം? OR ഗേറ്റ് കാണാം. ഇതിനൊക്കെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കുറേ ഫ്യൂസസ് ആഡ് ചെയ്ത് കണ്ടോ, ഇത് ഫ്യൂസാണ്, ഇതൊക്കെ ഫ്യൂസസ് ആണ്. ഈ X മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ കണ്ടോ, ഇതിനൊക്കെ നമ്മൾ ബേസിക്കലി എന്താ പറയുക? ഫ്യൂസസ് എന്ന് പറയുക. നമ്മൾ തിയറിയിൽ പറഞ്ഞിരുന്നു എന്താണ് ഫ്യൂസസ് എന്നല്ലേ. അപ്പോൾ ഇൻപുട്ട് ബഫർ കാണാം, പിന്നെ നിങ്ങൾക്ക് കുറേ ലൈൻസ് കാണാം, പ്രൊഡക്റ്റ് ടേംസ് കാണാം, സം ടേംസ് കാണാം. ഈ F1 F2 എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഔട്ട്പുട്ടാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ബൂലിയൻ പ്രോഗ്രാമബിൾ ലോജിക് അറേയുടെ ബൂലിയൻ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ നോക്ക്, എക്സാക്ട്ലി ഈ ബഫറിൻ്റെ സിമ്പിൾ നിങ്ങൾ കണ്ടോ? ബഫർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ. ബഫറിൻ്റെ എക്സാക്ട്ലി ബഫറിൽ നിങ്ങൾക്ക് ബഫർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്ക്, ആദ്യം ഒരു ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ബോട്ടത്തിൽ ഒരു ഇൻവേർട്ടർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബോട്ടത്തിൽ ടോപ്പിലൊരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് A എന്നുള്ള ഇൻപുട്ടാണ് നമ്മൾ ഈ ബഫറിലേക്ക് കൊടുക്കുന്നതെങ്കിൽ എക്സാക്ട്ലി ഇതിൻ്റെ ടോപ്പ് ലൈന് A എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ബഫർ, ബോട്ടം ലൈന് A ബാർ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നോട്ട് ഗേറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എക്സാക്ട്ലി PLAൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? അതായത് അപ്പോൾ 3 എന്താണ് ബഫർ സർക്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ടോപ്പ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതേ ഇൻപുട്ട് തന്നെയാണ്, ബോട്ടം ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിൾസ് നോക്കുകയാണെങ്കിൽ Aയും A ബാറും Bയും B ബാറും Cയും C ബാറും ഇങ്ങനെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്പെസിഫിക് ഫ്യൂസസ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്യൂസസ് നമ്മൾ എല്ലാ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. A ഇതാണ്, A ബാർ ഇതാണ്, B ഇതാണ്, B ബാർ ഇതാണ്, C ഇതാണ്, C ബാർ ഇതാണ്. അപ്പോൾ ഈ ഫ്യൂസസിൽ നിന്നാണ് അല്ലെങ്കിൽ ഇൻപുട്ട് ബഫറിൽ നിന്നാണ് എക്സാക്ട്ലി ഏത് ഇൻപുട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഇൻപുട്ട് നമുക്ക് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാണെങ്കിൽ ഈ കണക്ഷൻ എങ്ങോട്ടാണോ പോകുന്നത് അതാണ് ആ ഇൻപുട്ടിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഫസ്റ്റ് ഫ്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സാക്ട്ലി നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഫ്യൂസ് ഇവിടെയാണ് അല്ലേ, A എന്നുള്ള ലൈനിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഫ്യൂസ് നോക്ക്, Cനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. രണ്ടാമത്തെ റോ നോക്കുക, അപ്പോൾ ഇത് എക്സാക്ട്ലി Aയും Cയും ആണ് അല്ലേ, Aയും Cയും. രണ്ടാമത്തെ ഫ്യൂസസ് കോമ്പിനേഷൻ നോക്കുക, ഇത് ഒന്ന് B ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഒന്ന് C ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. മൂന്നാമത്തെ സെറ്റോ ഒന്ന് A ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഒന്ന് B ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണല്ലോ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ ഈ ഫ്യൂസസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എത്ര ഇൻപുട്ട് ഉണ്ടാകും, ഇൻപുട്ടിൽ ഏതിനെ സെലക്ട് ചെയ്തു എന്നാണ് നമ്മൾ ഫ്യൂസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ലൈനിന് അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കാരണം ഈ ഫസ്റ്റ് ലൈനിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് Aയും Cയും ആണ്. ആ AC ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏത് വഴിയാണ് നമ്മൾ Aയും Cനെയും A×C ആക്കാൻ നമ്മൾ AND ഗേറ്റ് യൂസ് ചെയ്തു, പ്രൊഡക്റ്റ് ടേം യൂസ് ചെയ്തു. രണ്ടാമത്തെ ലൈന് നോക്ക്, ഈ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് Bയും Cയും ആണ്. Bയും Cയും B×C ആവാൻ നമ്മളൊരു AND ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. മൂന്നാമത്തെ ലൈൻ നോക്ക്, മൂന്നാമത്തെ ലൈനിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് Aയും
അതുപോലെ ബി ബാറുമാണ്, എയും ബി ബാറും. അപ്പോൾ ഇങ്ങനെയാണ് എക്സാക്ട്ലി. അപ്പോൾ ഈ ഫ്യൂസസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ സെലക്ട് ചെയ്തത് എക്സാക്ട്ലി ഏത് ഇൻപുട്ട് സെലക്ട് ചെയ്തു ആ ഇൻപുട്ട് നമ്മൾ ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു, അത് മൾട്ടിപ്ലൈഡ് പ്രൊഡക്റ്റായി, എ സിയും ബി സിയും എ ബി ബാറും ആയി. നിങ്ങൾ നോക്ക്, ഇനി നമുക്ക് വീണ്ടും രണ്ടാമത്തെ സെറ്റ് ഫ്യൂസസ് ഇവിടെ കാണാം. രണ്ടാമത്തെ സെറ്റ് ഫ്യൂസസ് കണക്ട് ചെയ്യുന്ന ഈ ഓർ ഗേറ്റിലേക്കാണ്. അപ്പോൾ എക്സാക്ട്ലി ഈ ഓർ ഗേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഹൊറിസോണ്ടലി ഒന്ന് വെർട്ടിക്കലിയാണ് നിങ്ങൾ വായിക്കേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതാണല്ലോ ഫസ്റ്റ് ലൈന്, ഈ ലൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലൈനിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഫ്യൂസസ് ആണെന്ന് നോക്കുക. എ സി സെലക്ട് ചെയ്തിട്ടുണ്ട്, ബി സി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു F1 എന്നുള്ള ഫംഗ്ഷൻ എക്സാക്ട്ലി എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? F1 എന്നുള്ള ഫംഗ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ F1 എന്നുള്ള ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സാക്ട്ലി ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തത് എ സി ആണ്, പിന്നെ നമ്മൾ സെലക്ട് ചെയ്തത് എ ബി ബാർ ആണ്, സോറി ബി സി ആണ്. ഈ എ സിയും ബി സിയും നമ്മൾ ആഡ് ചെയ്യും, അതിന് നമ്മൾ എക്സാക്ട്ലി യൂസ് ചെയ്യുന്ന ഗേറ്റ് ഏതാ? ഓർ ഗേറ്റ്. അപ്പോൾ എക്സാക്ട്ലി നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ F2 ആണ്. F2 നമുക്ക് പറയാൻ പറ്റുമോ? F2ൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്? എ സി സെലക്ട് ചെയ്തു, എ ബി ബാർ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമ്മുടെ ബൂലിയൻ എക്സ്പ്രഷൻ എഴുതാം. F1 ഈക്വൽ ടു എക്സാക്ട്ലി എ സി പ്ലസ് ബി സി. വാട്ട് അബൌട്ട് F2? F2 ഈക്വൽ ടു എ സി പ്ലസ് എ ബി ബാർ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കാം, ഈ ഫിഗർ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബൂലിയൻ എക്സ്പ്രഷൻ തന്നിട്ട് ഈ ബൂലിയൻ എക്സ്പ്രഷൻ എങ്ങനെ നമ്മൾ PLA-ലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുക. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഫിഗറിൽ നിന്ന് എങ്ങനെയാണ് എക്സാക്ട്ലി നമ്മുടെ ബൂലിയൻ എക്സ്പ്രഷൻ എഴുതുക നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഫ്യൂസസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഇൻപുട്ട് ബഫർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, പ്രൊഡക്റ്റ് ടേമിനെ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു മനസ്സിലായിട്ടുണ്ടാവും, സം ടേം അല്ലേ, ക്ലിയർ ആണല്ലോ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ F1 F2 നമ്മൾ എഴുതി. ഈ രണ്ടാമത്തെ എക്സാമ്പിൾ ഇതാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ അതുപോലെ തന്നെയാണ് എക്സാക്ട്ലി സെലക്ട് ചെയ്തിരിക്കുന്ന ഫ്യൂസസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. എക്സാക്ട്ലി ഈ എ ബി സി എന്നുള്ള 3 ഇൻപുട്ട് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ 6 ലൈനിലേക്ക് കണക്ട് ചെയ്തു. എക്സാക്ട്ലി ഈ ഫസ്റ്റ് ആൻഡ് ഗേറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ആൻഡ് ഗേറ്റിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എ ബാർ ബി സി, എ ബാർ ബി സി അല്ലേ, മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് ടേം. രണ്ടാമത്തെ ലൈൻ നോക്കുകയാണെങ്കിൽ എ ബി ബാർ അല്ലേ. മൂന്നാമത്തെ ലൈൻ നോക്കുകയാണെങ്കിൽ എ സി ബാർ. നാലാമത്തെ ലൈൻ നോക്കുകയാണെങ്കിലോ എ ബാർ ബി ബാർ സി ബാർ. അഞ്ചാമത്തെ ലൈൻ നോക്കുകയാണെങ്കിലോ ബി സി. അപ്പോൾ ഈ 5 ടേം കിട്ടി. 5 ടേമിനെ നമ്മൾ പ്രൊഡക്റ്റ് ടേമിലൂടെ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് 5 പ്രൊഡക്റ്റ് ടേംസ് കിട്ടി. ഈ 5 പ്രൊഡക്റ്റ് ടേമിനെ നമുക്ക് സം ടേംസ് വഴി ആഡ് ചെയ്യണം. അതിന് F1 F2 യൂസ് ചെയ്യും. അപ്പോൾ F1 നോക്കുകയാണെങ്കിൽ എ ബാർ ബി സിയും എ ബി ബാറും എ സി ബാറും കൂടി ആഡ് ചെയ്തു. F2 നോക്കുകയാണെങ്കിൽ എ ബാർ ബി ബാർ സി ബാറും ബി സി ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ബൂലിയൻ എക്സ്പ്രഷൻ എഴുതാൻ പറ്റുമോ? വാട്ട് ഈസ് F1? F1 ഈക്വൽ ടു എ ബാർ ബി സി പ്ലസ് എ ബി ബാർ പ്ലസ് എ സി ബാർ. വാട്ട് അബൌട്ട് F2? F2 ഈക്വൽ ടു എ ബാർ ബി ബാർ സി ബാർ പ്ലസ് ബി സി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സാക്ട്ലി നമുക്കിപ്പോൾ ഈ ഫിഗർ നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഈ ഫിഗറിൽ നിന്ന് ഞാൻ ബൂലിയൻ എക്സ്പ്രഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയല്ല ന്യൂമറിക്കൽ ചോദിക്കുക. ഒരു ബൂലിയൻ എക്സ്പ്രഷൻ തരും, ഒരു SOP തരും. ആ SOPയെ നിങ്ങൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈഡ് SOP യുടെ കൺവേർട്ട് ചെയ്യണം. ആ സിംപ്ലിഫൈഡ് SOPനെ നിങ്ങൾ ഇതുപോലെ PLA പ്രോഗ്രാമബിൾ ലോജിക് അറേയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇതാണ് ചോദിക്കുക. ഇത് 10 മാർക്കിന് സ്ഥിരമായിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം, ന്യൂമറിക്കൽ വർക്കൗട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.